ദേശീയ പണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിൽ പൂർണ്ണമാണ്. ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുന്നു. സമരാനുകൂലികൾ വിവിധ ടൗണുകൾ കേന്ദ്രീകരിച്ച് പ്രകടനങ്ങൾ നടത്തിവരികയാണ്. ജില്ലാ ആസ്ഥാന മേഖലയായ ചെറുതോണിയിൽ നിന്നും ബിജു വൈശൻ പറമ്പൻ ചേരുന്നുണ്ട്. ബിജു, പണിമുടക്ക് എങ്ങനെ പുരോഗമിക്കുന്നു? അനുകൂലികൾ പ്രകടനം നടത്തിയതായി അറിയാൻ കഴിയുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഈ ഒരു മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതിനെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്കാണ് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ പുരോഗമിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ തടഞ്ഞു കിടക്കുകയാണ്. ഒറ്റപ്പെട്ട വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിരുന്നു. എന്നാൽ സമര അനുകൂലികൾ അത് പല മേഖലകളിലും തടഞ്ഞു. അല്പനേരം തടഞ്ഞതിന് ശേഷം പറഞ്ഞു വരികയാണ്. അതായത് KSRTC രാവിലെ തന്നെ വരുന്ന രാജാക്കാട് മേഖലയിലേക്കുള്ള KSRTC ബസ് സർവീസ് നടത്തി. സമര അനുകൂലികൾ അല്പനേരം തടഞ്ഞതിന് ശേഷം KSRTC യാത്ര തുടരുവാൻ അനുവദിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അല്പസമയമായി പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ മേഖലകളിൽ, അതായത് മര്യാദ കേന്ദ്രീകരിച്ച ചെറുതോണി കേന്ദ്രീകരിച്ച ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് പ്രകടനം നടത്തുന്നത്. ചെറുതോണിയിലെ ഇടുക്കി കോളനി പോസ്റ്റ് ഓഫീസിലേക്ക് അല്പസമയത്തിനകം പ്രകടനം നടത്തും. സമര അനുകൂലികളെല്ലാം സംഘടിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം അവിടേക്ക് പ്രകടനം നടക്കും. എടുത്തു പറയേണ്ടത് മേഖലയിലെ സ്കൂളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും പണിമുടക്ക് ബാധിച്ചു. കളക്ടറേറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം നിലച്ച ഒരവസ്ഥയാണ് ഉള്ളത്. ഓഫീസുകളിലൊന്നും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും തന്നെ ജീവനക്കാർ ഹാജരായിട്ടില്ല. അതുപോലെ ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയും സ്തംഭിച്ചിട്ടുണ്ട്. കാരണം വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട ജീവനക്കാരെല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചത്. സാധാരണ ഒരു ഹർത്താൽ പോലെയുള്ള പണിമുടക്കുകളും പ്രതിഷേധമൊക്കെ വന്നാൽ തന്നെ ബാങ്കുകൾ പ്രവർത്തിക്കും. പക്ഷേ ഇത് ബാങ്കിങ് മേഖലയിലുള്ള ജീവനക്കാർ ഉൾപ്പെടുന്ന ട്രേഡ് യൂണിയനുകൾ പോലും ഈ സമരത്തിന് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ബാങ്കുകളുടെ പ്രവർത്തനത്തെ പോലും സാരമായി ബാധിച്ചിരിക്കുന്നത്. എടുത്തു പറയുന്നത് ജില്ലാ ആസ്ഥാന മേഖലയോട് ചേർന്ന് കിടക്കുന്ന ചെറുതോണി, ഇടുക്കി, തങ്കമണി, തോപ്രാങ്കുടി, മുരിക്കാശ്ശേരി, കഞ്ഞിക്കുഴി, കേരളത്തിൽ കരിമൺ, തടിയമ്പാട്, മൂലമറ്റം, മുട്ടം, തൊടുപുഴ, മണ്ണപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഏറ്റവും വലിയൊരു സംഘർഷത്തിലേക്കോ അങ്ങനെ ഒരു അനിഷ്ട സംഭവത്തിലേക്ക് പോകുന്നില്ല. കാരണം ഐക്യ ട്രേഡ് യൂണിയൻ, ഇടതു വലതു മുന്നണികൾ ഉൾപ്പെടുന്ന ഐക്യ ട്രേഡ് യൂണിയനാണ് സമര അനുകൂലികൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. VMSന്റെ യൂണിയനുകൾ വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആരും അവരുമായി ബന്ധപ്പെട്ട ഒരു യൂണിയന്റെ ആൾക്കാരോ പ്രവർത്തകരോ ഒന്നും തന്നെ നിരത്തുകളിലോ ഫോണുകളിലോ ഇല്ല എന്നുള്ളതാണ്. എല്ലാ മേഖല കേന്ദ്രീകരിച്ചും ആവശ്യത്തിന് പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകൾ, പണിമുടക്കുന്ന ആദ്യ മണിക്കൂറുകൾ എടുത്തു നോക്കിയാൽ ശാന്തമായി തന്നെയും സമാധാനമായി തന്നെയുമാണ് മുൻപോട്ട് പോകുന്നത്. ബിജു, ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു പണിമുടക്ക് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാമോ? സമരം പണിമുടക്കും ഒരിക്കലും ജനങ്ങൾ സ്വമേധ ഏറ്റെടുക്കുന്നതല്ല. നിർഭാഗ്യവശാൽ അതിലേക്ക് ചെന്ന് വീഴുന്നു എന്ന് തന്നെ പറയാതിരിക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഒരു ജനജീവിതത്തെ വളരെ ദോഷമായി തന്നെ ബാധിക്കുന്നുണ്ട്. പല മേഖലകളിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് വരുത്തുന്നത്. പക്ഷേ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സമര അനുകൂലികൾ നിരത്തിൽ പ്രകടനങ്ങളും സമരവും ഒക്കെയാണ്. ഇന്നലെ തന്നെ ഈ സമരത്തിന് മുന്നോടിയായി തന്നെ ഉച്ചഭാഷയിലൂടെ അനൗൺസ്മെന്റുകളും മുന്നറിയിപ്പുകളും പ്രകടനങ്ങളും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി നടന്നിരുന്നു സമര അനുകൂലികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയല്ലാതെ മറ്റു തരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പൊ എന്താണ് വ്യാപാരികളും പൊതുജനങ്ങളും എല്ലാം ഇപ്പോൾ ഈ സമരത്തിന് അനുകൂലമെന്നല്ലെങ്കിലും സമരത്തെ തുടർന്ന് പണിമുടക്കിനോട് അനുബന്ധിച്ച് നഗരത്തിൽ നിന്നും മറ്റു ജോലികളിൽ നിന്നും ഒക്കെ വിട്ടുനിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ബിജു, ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചതായി അറിയാൻ കഴിയുന്നു. മറ്റ് സർക്കാർ ഓഫീസുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ശിവനെ, ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. എന്നാൽ ജില്ലാ കളക്ടറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ജീവനക്കാർ കുറവാണെങ്കിലും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു മേഖല എന്ന് പറയുന്നത് KCB ഓഫീസാണ് ഉള്ളത്. ജില്ലാ ആസ്ഥാന മേഖലയിൽ ചെറുതുകൊണ്ട് വഞ്ചിക്കലാണ്. അവർ KCB ഓഫീസ് തുറന്നിട്ടുണ്ട്. പക്ഷേ ജീവനക്കാരില്ല. കാരണം KCB ഓഫീസ് എല്ലാ ഹർത്താൽ സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പണിമുടക്കിലും തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അടിയന്തര ആവശ്യത്തിൽപ്പെട്ടതാണത്. അപകടങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആതുര സേവന മേഖലയിലൊക്കെ വൈദ്യുതി മുടക്കുന്നത് പാടുള്ളതുകൊണ്ട് അത്തരം ഓഫീസിൽ ആൾക്കാർ ജീവനക്കാർ എത്തിയിട്ടുണ്ട്. മറ്റ് എല്ലാ മേഖലയിലെ എല്ലാ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് വസ്തുത. സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല, ഇൻഷുറൻസ് മേഖല ഒന്നും പ്രവർത്തിക്കുന്നില്ല, ക്ഷേമനിധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ KCB ബോർഡിന്റെ ഓഫീസ് ഉണ്ട്, ജീവനക്കാരുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പക്ഷേ ബില്ലിംഗ് സെക്ഷനിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം ഉള്ള ജീവനക്കാർ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു വൈദ്യുത ലൈൻ പൊട്ടുകയോ അപകടങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ അത് നോക്കാൻ വേണ്ടിയുള്ള ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയുവാൻ. ശരി.